ഗുരുപരമ്പര ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക് യജ്ഞേന കൽപ്പതാം. സനാതന സുധ തൃതീയ വിജ്ഞാന വിചാര സദസ്സിൽ ദ്വിതീയ സഭയിലെ ഉപവിഷ്ടനായിരിക്കുന്ന സമാദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ KK ശ്രീനിവാസൻ സർ, അതുപോലെ തന്നെ സനാതന സുധ എന്ന അത്യുദാത്തവും അതിശ്രേഷ്ഠവും അതിലളിതവും അതിഗഹനവുമായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, ഹൃദ്യവും സരളവും ലളിതവുമായ ഭാഷയിൽ ഇതിഹാസത്തെപ്പറ്റി വളരെ ഹൃദ്യമായി ശ്രേഷ്ഠമായി പ്രബന്ധം അവതരിപ്പിച്ച ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ, അതുപോലെ ഈ സനാതന സുധ വിചാര സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഗീതാ പ്രചാരക സമിതി, മൂവാറ്റുപുഴ സനാതന സ്കൂൾ ഓഫ് ലൈഫ്, ഇവയുടെ ഒക്കെ സംഘാടകർ, ഈ മഹത്തായ വിദ്വത് സഭയിൽ ഭാഗഭാക്കാകുവാൻ ജ്ഞാനപിപാസുക്കളായി എത്തിച്ചേർന്നിരിക്കുന്ന ആത്മസ്വരൂപികളെ, ഏവർക്കും ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. സനാതന സുധ എന്ന ഗ്രന്ഥം ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളുടെ അന്തസാരം അടക്കം ചെയ്തിട്ടുള്ള ശ്രേഷ്ഠ ഗ്രന്ഥമാണ്. അധ്യാപകനായതുകൊണ്ട് തന്നെ പ്രഭാഷണങ്ങളിൽ കൂടി ലളിതമായി ഹൃദയ സംവാദം നടത്തിയ അതേ വസ്തുതകൾ പുസ്തക രൂപത്തിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വായിച്ചു മനസ്സിലാക്കുവാനും അതിൻ്റെ അന്തസാരം ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിനനുസരിച്ച് പരമമായ സത്യത്തിലേക്ക് ഉയരുവാനും ഈ ഗ്രന്ഥം ഏവരെയും സഹായിക്കും. അതുകൊണ്ട് ആദ്യമായി തന്നെ പ്രൊഫസർ വിശ്വനാഥൻ നമ്പൂതിരി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഋഷീശ്വരന്മാരുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹ കടാക്ഷം നിതരാം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്ന് സനാതന സുധയുടെ തന്നെ ഒരു വിചാര സദസ്സാണ്. അതിൽ ഉപനിഷത്തുക്കൾ ആത്മീയതയിലേക്കുള്ള സോപാനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്കേവർക്കും അറിയാം,
തലക്കെട്ട് തന്നിരിക്കുന്നത് പോലെ ആത്മീയതയിലേക്കുള്ള സോപാനങ്ങൾ. സോപാനം എന്ന് പറയുമ്പോൾ പടവുകളാണ്. ആ പടവുകൾ എവിടെ എത്തിക്കണം എന്നും വ്യക്തമാക്കിയിരിക്കുന്നു ആത്മീയതയിൽ. അതിൻ്റെ അർത്ഥം ആത്മസംബന്ധമായിട്ട് തന്നെയുള്ള പരമമായ സത്യ അനുഭവത്തിലേക്ക് ഓരോരുത്തരും ഉയരണം. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും അതിനുത്തരമുണ്ട് അല്ലേ? ഒരു ലക്ഷ്യം കഴിയുമ്പോൾ മറ്റൊരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം കഴിയുമ്പോൾ അടുത്ത ലക്ഷ്യം. വിദ്യ അഭ്യസിക്കുന്നവൻ പറയുന്നു തൊഴിൽ വേണം, തൊഴിൽ കിട്ടുമ്പോൾ പറയുന്നു ഗൃഹസ്ഥാശ്രമം, അതിൽ കുട്ടികൾ നന്നായി വരണം. അങ്ങനെ ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിരയെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് പോകുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. എല്ലാവർക്കും ആത്യന്തികമായി വേണ്ടത് ആനന്ദമാണ് അല്ലേ? ശാന്തിയാണ്, സമാധാനമാണ്, തൃപ്തിയാണ്. ആരും ദുഃഖം ആശിക്കുന്നില്ല. പക്ഷേ ജനനം മുതൽ മരണം വരെ ശോകമോഹഭയാദികളിൽ ബദ്ധരായിട്ടാണ് ഓരോരുത്തരും ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് സത്യദർശികളായ ഗുരുക്കന്മാർ വളരെ വ്യക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഗീതകാരൻ പറയുന്നു, ജ്ഞാനം അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ശോകമോഹ ഭയാദികളിൽ ബദ്ധരായി അനേക ജന്മങ്ങൾ താണ്ടി ഇങ്ങനെ ആ പ്രാണൻ, ആ ജീവാത്മാവ് ഗതി തുടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യജന്മം അതീവ ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈത ദൈവ അനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഃ. മനുഷ്യത്വവും മഹാപുരുഷ സംശ്രയവും മോക്ഷം നേടണമെന്നുള്ള ഇച്ഛയും ലഭിക്കുക എന്നത് ദുർലഭമാണ്. ദൈവ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. സനാതന ധർമ്മസാരം പരമമായ സത്യത്തെ വളരെ വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് എങ്കിൽ തന്നെയും അതിനെ സമഗ്രമായി പഠിക്കുന്നതിനോ ഗ്രഹിക്കുന്നതിനോ ഇന്ന് എല്ലാവർക്കും സാഹചര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വൈദിക കാലത്ത് ബ്രഹ്മചര്യാശ്രമം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. ബ്രഹ്മചര്യ ആശ്രമ കാലത്ത് വേദങ്ങൾ സാങ്കോപാംഗം സമഗ്രമായി പഠിക്കേണ്ടിയിരുന്നു. വേദങ്ങൾ സാങ്കോപാംഗം സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ആധ്യാത്മികതയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചിരുന്നില്ല. ഇന്നാകട്ടെ വേദങ്ങളുടെ ഭാഗങ്ങളായ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ 4 ഭാഗങ്ങളായി നാം വേർതിരിച്ച് പറയുകയാണ് എങ്കിൽ സംഹിത മന്ത്രഭാഗങ്ങളാണ്. ആ മന്ത്രഭാഗങ്ങളുടെ വ്യാഖ്യാനം വിശകലനം ചെയ്ത് മനന നിധിധ്യാസം നടത്തുന്ന കർമ്മ അനുഷ്ഠാന സപര്യയാണ് സംഹിതാഭാഗം. അതിനെ കർമ്മകാണ്ഡമെന്ന് വേണമെങ്കിൽ പറയാം. സംഹിതയിൽ നിന്നും ഉപാസനാകാണ്ഡത്തിലേക്ക്, ആരണ്യകത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ഉപാസനയാണ്.
പിന്നെയോ ജ്ഞാനകാണ്ഡമായ വേദാന്തം, ഉപനിഷത്ത്. ഇങ്ങനെ കേൾക്കുമ്പോൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നും, ഇത് പ്രത്യേകമായി വേദങ്ങളിൽ വേർതിരിച്ചു വച്ചിരിക്കുകയാണോ? അങ്ങനെയല്ല. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഏക ഉദ്ദേശ്യമാണ് സത്യദർശിയായ ഋഷിക്കുണ്ടായിരുന്നത്. മനുഷ്യജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്ത് കർമ്മം ചെയ്താലും അത് മനസാ വാചാ കർമ്മണ ചിത്തശുദ്ധിക്ക് ഉതകുന്ന തരത്തിൽ ജീവിതം നയിക്കണം. അതാണ് കർമ്മയോഗവും കർമ്മകാണ്ഡ പ്രോക്തങ്ങളായ സകല അനുഷ്ഠാനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് സകല കർമ്മങ്ങളും. അങ്ങനെ കർമ്മകാണ്ഡത്തിൽ നിന്നും ഉപാസനാകാണ്ഡത്തിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ ആ പരമസത്യമായിരിക്കുന്ന ഏക ദൈവത്തെ, ഏക ചൈതന്യത്തെ ഉപാസിക്കുന്നതിന് ആർക്കൊക്കെ പറ്റില്ലയോ, അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല എങ്കിൽ ആ ബുദ്ധി വികസിക്കുന്നതിന്, പരിമിതമായ ബുദ്ധി അപരിമേയമായ അദ്വൈയ സത്യത്തിലേക്ക് ഉയരുന്നതിന് പര്യാപ്തമായ രീതിയിൽ ഉപാസനകളെയും നിർദ്ദേശിച്ചു. തുടർന്ന് ആ ഉപാസനയിൽ കൂടി പരമമായ ജ്ഞാനം സ്വരൂപമായി അനുഭവിക്കണം. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് പടിപടിയായി കുറേശ്ശെ പഠിക്കേണ്ടതാണോ? അല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, വേദങ്ങൾ സമഗ്രമായി ബ്രഹ്മചര്യാകാലത്ത് തന്നെ അഭ്യസിപ്പിച്ചിരുന്നു. സത്യത്തിൻ്റെ സ്വരൂപം, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ശരിയായ രീതിയിൽ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ വേദാന്തം, അറിവിൻ്റെ അന്തം, ഉപനിഷത്തുക്കൾ ഞങ്ങൾ പഠിക്കേണ്ടതല്ല, ഇപ്പോഴല്ല ഇത് ഗ്രഹിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രചരിച്ചിരിക്കുന്ന ആ അബദ്ധജടിലമായ ധാരണയെ എന്നേക്കുമായി അസ്തമിപ്പിച്ചിട്ട് സത്യത്തിൻ്റെ ആ അദ്വൈയ ശോഭയിൽ അഭേദമായി തീരുന്നതിന് സകല ജനങ്ങളെയും പ്രാപ്തരാക്കുക എന്ന വിശുദ്ധമായ ലക്ഷ്യമാണ് വിശ്വനാഥൻ നമ്പൂതിരി സാറ് സനാതന സുധ എന്ന ഗ്രന്ഥത്തിൽ കൂടി നിർവഹിച്ചിരിക്കുന്നത്. കാരണം സത്യം, ബ്രഹ്മം, ദൈവം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് തുടക്കത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം, ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഉപനിഷത്ത് എന്താണ്? ഉപനിഷത്ത് എന്ന പദം നിഷ്പന്നമായിരിക്കുന്നത് സത് ധാതുവിൽ നിന്നാണ്. ഉപ, നി എന്ന് രണ്ട് ഉപസർഗങ്ങളോട് കൂടി സത് എന്ന ധാതു ചേർന്നപ്പോൾ ഉപനിഷത്ത് എന്ന പദം ഉണ്ടായി. സത് ധാതുവിൻ്റെ അർത്ഥം അവസാദനം, വിശരണം, ഗതി എന്ന് മൂന്നർത്ഥങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വിശരണം. വിശരണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലാതാക്കുക, ഇല്ലാതാക്കുക. വിശരണം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. എന്തിനെ ഇല്ലാതാക്കും? തുടക്കത്തിൽ നാം പറഞ്ഞു, ജന്തുക്കളൊക്കെ ശോകമോഹ ഭയാദികളിൽ ബദ്ധരായി പോകുന്നതിന് കാരണം അജ്ഞാനമാണ്. അജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് ഉപനിഷത്ത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ദമായ അന്ധകാരത്തിൽ അഥവാ ഇരുട്ടിൽ കിടക്കുന്ന കയറില് പാമ്പുണ്ടെന്ന് തോന്നിയാൽ ആ തോന്നൽ ഒരാൾക്ക് പാമ്പുണ്ട്,
പാമ്പ് കടിക്കാൻ വരുന്നു, പാമ്പിന് പുള്ളിയുണ്ട്, പാമ്പിൻ്റെ വാലനങ്ങുന്നു, അയ്യോ എന്നെ ഇപ്പൊ കടിക്കും, അല്ലേ? ഇങ്ങനെയുള്ള ഭയാദികൾ ഒരാൾക്ക് ഉണ്ടാകും. വെട്ടം വന്നു കഴിഞ്ഞാൽ അപ്പോൾ കയറ് മാത്രമേ ഉള്ളൂ, പാമ്പില്ല എന്ന് ബോധ്യമാകും. അതുപോലെ അഖണ്ഡവും അദ്വയവും അപരിമേയവുമായിരിക്കുന്ന ബോധത്തിൽ, അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഭാഗിക്കാൻ കഴിയാത്തത്, അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്, ഏകം ഏവ പരം തത്വം നേഹ നാനാസ്തി കിഞ്ചന. ഉപനിഷത്ത് ഋഷി പറയുകയാണ്, ഏകം ഏവ പരം തത്വം നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ അല്പം പോലും പലത് ഇല്ല. അരൂപവും അദൃശ്യവും പൂർണ്ണവുമായിരിക്കുന്ന ബ്രഹ്മമേ ഉള്ളൂ. അജ്ഞാനത്താൽ, അറിവില്ലായ്മയാൽ ഇവിടെ പലത് തോന്നിക്കുകയാണ്. നാനാതരത്തിലുള്ള നാമരൂപാത്മകമായ ജഗത് ദൃശ്യങ്ങൾ, ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാറ്റമറ്റ പൂർണ്ണത. പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പൂർണ്ണം. ഈശാവാസ്യ ഉപനിഷത്തിന്റെ തന്നെ ശാന്തി മന്ത്രം പൂർണ്ണമദഃ എന്ന് തുടങ്ങുന്നതാണ്. ഒരു ശാന്തി മന്ത്രത്തിന്റെ തന്നെ അർത്ഥം ഒരു ക്ലാസ് കൊണ്ടും വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ അത്രമാത്രം എല്ലാ ഉപനിഷത്തുകൾക്കും ശാന്തി മന്ത്രങ്ങളോട് കൂടിയുള്ള അത്യുദാത്തമായ പഠനമാണ് ഉപനിഷത്ത് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപൂർണത്തെ പറയാനാമോ? പരിപൂർണത്തെ പറയാനാമോ? പറയും പരിമിതനാകുമ്പോൾ. പരിപൂർണത്തെ പറയാനാമോ? പറയും പരിമിതനാകുമ്പോൾ. പിരിയും പൂർണ്ണം അപൂർണം രണ്ടും, പിരിയും പൂർണ്ണം അപൂർണം രണ്ടും പരിപൂർണത്തിൽ പതിയാതെ. പിരിയും പൂർണ്ണം അപൂർണം രണ്ടും പരിപൂർണത്തിൽ പതിയാതെ. ഇത് എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ പൂർണ്ണാനുഭൂതി എന്ന ഗ്രന്ഥത്തിലെ വരികളാണ് ഞാൻ ഈ ചൊല്ലിയത്. പൂർണ്ണമാണ് ബ്രഹ്മം. അത് അദ്വയമാണ്, അത് ആദ്യന്തരഹിതമാണ്, അശബ്ദമാണ്. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മം എച്ചിലായിട്ടില്ല, പറയാൻ പറ്റില്ല, അദ്വയമാണ്, നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. ഉപനിഷത്ത് പറയും, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അവിടെ മനസ്സും ബുദ്ധിയും എത്താതെ പിന്തിരിയുന്നു. അപ്പൊ ഉപനിഷത്ത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഈ അജ്ഞാന ബീജത്തെ, ഞാൻ ദേഹമാണ്, ഞാൻ ജീവനാണ്, ഞാൻ പരിമിതനാണ്, ഞാൻ ജനിച്ചവനാണ്, ഞാൻ മരിക്കുന്നവനാണ്, ഇതൊക്കെ അജ്ഞാനമാണ്. ഇതൊക്കെ അജ്ഞാനത്താൽ വൃത്തികളായി നമ്മളുടെ ഉള്ളിൽ തോന്നുന്നത്. വൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തകളായി നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ്. ഇത് അജ്ഞാനമാണ്. അപ്പോൾ ഈ അജ്ഞാനത്തെ മാറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജ്ഞാനം കരസ്ഥമാക്കണം. ജ്ഞാനം തരുന്ന ശ്രേഷ്ഠമായ അമൂല്യ ജ്ഞാനത്തിൻ്റെ രത്നങ്ങളുടെ നിധി ശേഖരമാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം വിശരണം, രണ്ടാമത്തേത് അവസാദനം. അവസാദനം എന്ന് പറഞ്ഞാൽ ശിഥിലമാക്കുക. എന്തിനെ ശിഥിലമാക്കും? ഇങ്ങനെ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ശോകവും പോകും, മോഹവും പോകും, ഭയ ദുഃഖാദികളും ജന്മ ജര മരണാദികളെല്ലാം നശിച്ച് അനശ്വരാനന്ദ സ്വരൂപമാണ് താനെന്ന് അനുഭവിക്കും. അതാണ് ശിഥിലീകരിക്കുക എന്ന അർത്ഥം വരുന്ന അവസാദനം. ഗതി, മൂന്നാമത്തെ അർത്ഥം പ്രാപിപ്പിക്കൽ. എന്തുമായിട്ട് പ്രാപിപ്പിക്കുന്നു? ജീവഭാവം ഉണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നത് അസത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അഖണ്ഡബോധ സ്വരൂപമാണ് താനെന്ന് വളരെ സ്പഷ്ടമായിട്ട് അനുഭവത്തെ പ്രദാനം ചെയ്യും. പ്രാപിപ്പിക്കൽ. അപ്പോൾ ഉപനിഷത്ത് എന്ന ശബ്ദത്തിന് മൂന്നർത്ഥങ്ങളാണ്. ഏതൊക്കെ? വിശരണം,
അവസാദനം, ഗതി. ഈ 3 അർത്ഥവ്യാഖ്യാനവും കഠോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ശ്രീശങ്കര ഭഗവത്പാദർ നൽകിയിരിക്കുകയാണ്. 3 ഒരു പദത്തിൽ സമന്വയിക്കും. 3 ഈ ഒരു ഉപനിഷത്ത് എന്ന പദത്തിൽ തന്നെ സമന്വയിക്കും. ഇനി ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്നു കൊണ്ട് കേൾക്കേണ്ടതാണ്. മുകളിൽ ഗുരുവിരിക്കും, താഴെ ശിഷ്യനിരിക്കും. അപ്പോൾ ഇത് അടുത്തിരുന്നു കൊണ്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ അടുത്തിരുന്നു കൊണ്ട് കേൾക്കണം? ഉപനിഷത്ത് തന്നെ പറയുന്നു, ശ്രവണം, മനനം, നിധിധ്യാസം. ഇത് ശ്രവണം ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ശ്രവണം ചെയ്യേണ്ടത്? നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയാണോ ഇത് അടുത്തിരുന്ന് ശ്രവണം ചെയ്യേണ്ടത്? അല്ല. പിന്നെ എങ്ങനെ ശ്രവണം ചെയ്യണം? ഇതൊരു സേക്രഡ് ഇൻസ്ട്രക്ഷനാണ്. ഇത് രഹസ്യവിദ്യയാണ്. എന്തൊരു വിദ്യയാണ്? രഹസ്യവിദ്യ. ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യം പരസ്യമാവില്ലേ? പരസ്യമല്ലേ അത്? അത് രഹസ്യമാണോ? ആണോ? അല്ല. ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമാണ്. പിന്നെ രഹസ്യവിദ്യ. ഇത് രഹസ്യവിദ്യ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഇൻസ്ട്രക്ഷൻ. സീക്രട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സേക്രഡ് ഇൻസ്ട്രക്ഷൻ. സേക്രഡ് എന്ന പദം തന്നെ നിഷ്പന്നമായിരിക്കുന്നത് സീക്രട്ട് എന്ന റൂട്ട് വേർഡിൽ നിന്നാണ്. സീക്രട്ടിൻ്റെ അർത്ഥം രഹസ്യം. അത് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് പോകുന്ന രഹസ്യ സംവാദമാണ്. അപ്പോൾ ഈ ഉപനിഷത്ത് വിദ്യ ശ്രവണം ചെയ്യണമെങ്കിൽ ഞാൻ ദേഹമാണെന്ന ബുദ്ധി മാറ്റിവെച്ച്, ഞാൻ എന്തൊക്കെയോ ആശയങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മാറ്റിവെച്ച്, എല്ലാവിധ ധാരണകളെയും എന്നേക്കുമായി അസ്തമിപ്പിച്ച്, ഗുരു സവിധത്തിലെത്താൻ വേണ്ടുന്ന സാധന ചതുഷ്ടയ സമ്പത്തി, വിവേകം, ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ട് അത് ഗുരുവിൻ്റെ സമീപം ചെന്നിരിക്കുമ്പോൾ ഗുരു ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ആ വിദ്യ സംക്രമിപ്പിക്കും. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അതാണ് ഉപനിഷത്ത് വിദ്യ, രഹസ്യവിദ്യയാണ്. അതുകൊണ്ട് ഈ വിദ്യ ഒന്നുകിൽ പുത്രന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ശിഷ്യന് പറഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുത്രനും ശിഷ്യനും സമമാ, അവിടെ രണ്ടില്ല. എന്നിട്ട് ശിഷ്യനോട് പറയുകയാ, സ്നേഹസ്വരൂപികളെ, ആത്മസ്വരൂപികളെ, എന്താണ് ഉപനിഷത്ത് ഋഷി പറയുന്നത്? അദ്ഭിഹി പരിഗൃഹീതാം ധനസ്യ പൂർണ്ണാം ദദ്യാത് ഏതദേവ തതോ ഭൂയഃ. സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഐശ്വര്യ സമ്പൂർണമായ ഈ ഭൂമി മുഴുവനും നൽകിയാലും എൻ്റെ കുഞ്ഞേ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ വിദ്യ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ബ്രഹ്മവിദ്യ. അതാണ് ഉപനിഷത്ത്. ഈ ബ്രഹ്മവിദ്യ ശ്രവണം ചെയ്യാതെ, അത് മനനം ചെയ്യാതെ മുന്നോട്ട് എത്ര കാലം നമ്മൾ ആത്മീയതയുടെ പേര് പറഞ്ഞ് നീങ്ങിയാലും യഥാർത്ഥമായ കർമ്മയോഗമോ ഭക്തിയോഗമോ രാജയോഗമോ ജ്ഞാനയോഗമോ അനുഷ്ഠിക്കാൻ പറ്റില്ല. ഭേദദൃഷ്ടിയും രാഗദ്വേഷാദികളും നമ്മളുടെ ഹൃദയത്തിൽ നിന്നും എന്നേക്കുമായി അസ്തമിക്കണം. അസ്തമിക്കണമെങ്കിൽ ഞാൻ ദേഹമാണെന്ന ബുദ്ധി നശിക്കണം. ഞാൻ ജീവനാണ്, എനിക്കെന്തൊക്കെയോ നേടാനുണ്ട് എന്നുള്ള ബുദ്ധി അവസാനിപ്പിക്കണം. അങ്ങനെയുള്ള ഉപനിഷത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഉപനിഷത്താണ് മുക്തിക ഉപനിഷത്ത്. മുക്തിക ഉപനിഷത്ത് പറയുന്നുണ്ട്, ഇവിടെ ഏകദേശം 1180 പരം ഉപനിഷത്തുകളുണ്ട്. 1180 പരം ഉപനിഷത്തുകളുള്ളതിൽ 108 പ്രധാനപ്പെട്ടതാണ്. ശങ്കര ഭഗവത്പാദർ ദശോപനിഷത്തുകൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അതിലധികമുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ദശോപനിഷത്ത് വ്യാഖ്യാനമുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 108 ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനം ആദ്യമായി ലഭിച്ചത് തിരുവല്ലം ഭാസ്കരൻ നായരുടെ ഉപനിഷത്ത് ദീപ്തി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. തുടർന്ന് ഇന്ന് 108 ഉപനിഷത്തുകൾ എല്ലാ പ്രസാധകരും
അതിൻ്റെ തന്നെ ഒരു കോപ്പിയാണ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ മുക്തിക ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, മാണ്ഡൂക്യം ഏവ ഏക ഏവ അലം മുമുക്ഷൂണാം വിമുക്തയേ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മാണ്ഡൂക്യം ഏക ഏവ അലം മുമുക്ഷൂണാം വിമുക്തയേ. മാണ്ഡൂക്യം ഒന്നേ ഒന്ന് മാത്രം മതി മുമുക്ഷുക്കൾക്ക്, സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നവർക്ക്, സ്വരൂപം ആനന്ദമാണ് എന്ന് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജന്മജരാമരണാദി ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാര്യം മാത്രം മതി. കാരണം എന്ന് പറഞ്ഞാൽ അതിലീശകേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യ തൈത്തിരി ഐതരേയം ച ചാന്തോക്യം ബൃഹദാരണ്യകം തഥാ. അതിൽ ഓരോ ഉപനിഷത്തും ലളിതമായ ഭാഷയിൽ വിശ്വനാഥൻ നമ്പൂതിരി സാറ് ഈശ ഉപനിഷത്ത് തൊട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കേട്ടു. കാതുകൊണ്ടാണോ കേട്ടത്? മസ്തിഷ്കം കൊണ്ടാണോ കേട്ടത്? ഹൃദയം കൊണ്ടാണോ കേട്ടത്? എങ്ങനെയാണ് കേട്ടത്? ഈശാവാസ്യ ഉപനിഷത്ത് പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 എന്ന് പറയുകയല്ലേ? ആണോ? ഈശാവാസ്യം ഇദം സർവം. കേട്ടുവോ? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇഫ് all the scriptures and Upanishads are all of a sudden to be reduced to ashes, and if only the first verse in the Isha Upanishad are left in the memories of the Hindus, Hinduism would live forever. ഫസ്റ്റ് വേർഡ്സ് മാത്രം, ഈശാവാസ്യം ഇദം സർവം എന്നത് മാത്രം ഹിന്ദുക്കളുടെ സ്മരണയിൽ നിലനിൽക്കുമെങ്കിൽ ഹിന്ദുയിസം എന്നേക്കും നിലനിൽക്കും. അത് ഗാന്ധിജിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും സത്യമാണ്. പക്ഷെ ഈ കാലാതീതമായ സത്യം ഒരിക്കലും നശിക്കില്ല. അത് ആത്യന്തികമായ സത്യം. ഈശാവാസ്യം ഇദം സർവം. ഈശൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവമെന്നാണ്, ബോധമെന്നാണ്, അഖണ്ഡമെന്നാണ്. സർവവ്യാപി എത്രയുണ്ടാകും? കേട്ടുകൊണ്ടിരിക്കുന്നവർ വേദാന്തമാണ് ഇപ്പോൾ വേണ്ട എന്ന് വിചാരിച്ച് യാതൊരു അരോചകതയും ഉള്ളിൽ തോന്നരുത്, അതൃപ്തി തോന്നരുത്. പരമമായ ആനന്ദത്തെ നൽകുന്ന വിദ്യയാണിത്. ഈശൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബോധം, ദൈവം, ബ്രഹ്മം. ബ്രഹ്മം എന്ന ശബ്ദമല്ല ബ്രഹ്മം. ബ്രഹ്മം എന്ന ശബ്ദമല്ല ബ്രഹ്മം. ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് ലക്ഷ്യമാക്കുന്ന പൂർണ്ണതയാണ് ബ്രഹ്മം. അതുകൊണ്ട് വേദം തന്നെ പറഞ്ഞു അശബ്ദം ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ അതാണ്. നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ അല്പം പോലും പലതില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊരു കഥ പറയാം. ഒരിടത്ത് ഒരു ഗുരു വളരെ ഗംഭീരമായിട്ട് ശിഷ്യർക്ക് സനാതന സത്യത്തിൻ്റെ ഉപദേശം നൽകുമായിരുന്നു. ഗുരു നിരന്തരം പറഞ്ഞു, കുഞ്ഞേ, ഇവിടെ പലതില്ല. നീ പലത് കാണുന്നത് അജ്ഞാനത്താലാണ്, അവിദ്യയാലാണ്. അതുകൊണ്ട് പലത് കാണരുത്. കാണുന്ന നാമത്തിലും രൂപത്തിലും നീ നിന്നെ തന്നെ കാണണം. നീയാകുന്ന ബോധത്തിൻ്റെ വ്യാപകത്വത്തിൽ നിന്ന് ഭിന്നമായി അല്പം പോലുമില്ല. അതുകൊണ്ട് ജ്ഞാനപ്പാന ആചാര്യൻ പറഞ്ഞു, മുന്നമിക്കണ്ട വിശ്വം അശേഷവും പറയൂ ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമാണ് അല്ലേ? ഇന്നത് ഭൗതിക ശാസ്ത്രം ലാർജ് ഹാഡ്രൻ കൊളൈഡർ ജനീവയിൽ നടത്തിയ പരീക്ഷണത്തിൽ പറഞ്ഞു, അത് ലൈറ്റ് എനർജി പാർട്ടിക്കിൾസ് ആണ്, ന്യൂട്രിനോൺസ് ആണ്. പക്ഷേ സ്നേഹസ്വരൂപികളെ, ആത്മസ്വരൂപികളെ, അത് ബഹിർമുഖമായ അനുഭവം. പക്ഷേ അന്തർജ്ഞാനത്തിൻ്റെ വിശുദ്ധിയിൽ ഞാൻ അഖണ്ഡമായ അദ്വയമായ പ്രകാശമാണെന്ന് ധ്യാനത്തിൽ കൂടി ശ്രുതി യുക്തി ശാസ്ത്രീയമായി ശ്രവണം ചെയ്ത മുമുക്ഷു അനുഭവിച്ചറിഞ്ഞു.
ആ അനുഭവത്തിൽ പറഞ്ഞു ഇവിടെ പലതില്ല. അങ്ങനെയുള്ള ഗുരു ഇവിടെ പലതില്ല എന്ന് പറഞ്ഞപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന വേദത്തിലെ ഉപദേശവാക്യത്തെ ധ്യാനം ചെയ്യാനായിട്ട് പറഞ്ഞു. ത്വം തദസി. എന്ത് ഉപദേശം? എന്താണ് ഉപദേശം? ത്വം തത് അസി. നീ ആ പരമമായ തത്വമാണ്. അപ്പോൾ അനുസന്ധാനം ചെയ്തു. അയമാത്മാ ബ്രഹ്മ. ഉപദേശം കിട്ടി. ത്വം തത് അസി. നിന്നിൽ ഞാനെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ജീവഭാവത്തിനും അങ്ങേപ്പുറത്തുള്ള സാക്ഷിയായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യം. അതായത് ഒരു ലോഹദണ്ഡില് അഗ്നി എങ്ങനെ വ്യാപിച്ചിരിക്കുമോ, അഗ്നി ലോഹദണ്ഡല്ലാതെ ഇരിക്കുന്നുവോ, അതുപോലെ അഗ്നി ലോഹദണ്ഡിൽ നിന്നും ഭിന്നമായിരിക്കുന്നത് പോലെ പരമാത്മ ചൈതന്യം ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കേട്ടുവോ? ഒരു ലോഹദണ്ഡില് അഗ്നി എങ്ങനെ പൂരിതമായിരിക്കുന്നുവോ, ആ ലോഹദണ്ഡിൽ പൂരിതമായിരിക്കുന്ന അഗ്നി ലോഹദണ്ഡല്ലാത്തതുപോലെ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ അരൂപമായിരിക്കുന്ന അദ്വയ പ്രകാശം നിറഞ്ഞിരിക്കുന്നു. കുഞ്ഞെ, നീ ആ ലോഹദണ്ഡിൽ പൂരിതമായിരിക്കുന്ന ആ അഗ്നി പോലെ ത്വം പദാർത്ഥമായി നീ അനുഭവിക്കുന്ന തതാണ്. നീ ആ അരൂപമായിരിക്കുന്ന സത്യമാണ്. നീ കൂടമല്ല, ഈ മാംസപിണ്ഡമായിരിക്കുന്ന ശരീരമല്ല. അസ്ഥി മജ്ജ മലം മൂത്രം ഇത്യാദികളുടെ സംഘാതമല്ല. കുഞ്ഞെ, നീ ഈ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് എന്തൊക്കെയോ നേടാമെന്ന് വിചാരിക്കുന്ന ഒരു ജീവനല്ല. അനേകം തലയോടുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് അഭിമാനിക്കുന്ന നിന്റെ ആ ഗർവിനെ ഒന്ന് കാണ്. അടുത്ത നിമിഷം നിന്റെ തലയോട്ടിയും അവിടെ. നാം ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ നിൽക്കുന്ന ഭൂമിയിൽ ഒരു 10 പേരെയെങ്കിലും കുറഞ്ഞത് അടക്കം ചെയ്തിരിക്കണം. അനന്തമായ കാലത്തിൽ അല്പകാലത്തേക്ക് വരുന്ന നാം എന്ത് നേടിയെന്ന് വിചാരിക്കുന്നു? ഒന്നും ഇവിടെ നേടിയിട്ടില്ല, നേടാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്ത് 1-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു, ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ. നീ ത്യജിച്ചിട്ട് ഭുജിക്കൂ. മാഗൃധഃ കസ്യസി ധനം. ഇതാരുടെ ധനമാ? നമ്മുടേതെന്ന് വിചാരിക്കാൻ ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, എത്ര എൻ്റേതെന്ന് വിചാരിച്ചാലും എൻ്റേത് ഞാനല്ല എന്നൊരു ബാലന് മനസ്സിലാകും. എൻ്റെ മൊബൈൽ ഞാനാണോ? എൻ്റെ കൂടെ ഞാനാണോ? എൻ്റെ ബാഗ്, എൻ്റെ വീട്, എൻ്റെ ചെരുപ്പ്, എൻ്റെ വാച്ച് ഞാനാണോ? ആണോ? അല്ല. എൻ്റെ ചിന്ത ഞാനല്ല. എൻ്റെ ചിന്ത ഞാനല്ല. അതുകൊണ്ട് ഋഷി സൂക്ഷ്മമായി ആന്തരികമായി ധ്യാനിച്ചകത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിനക്കിവിടെ നേടാനൊന്നുമില്ല. നിന്റെ ശ്രദ്ധ സത്യത്തിലേക്ക് പോകൂ. അഭേദ ദർശന അനുഭൂതിയിൽ നീ ആ പരമമായ സത്യത്തിൻ്റെ ആ അനുഭവത്തെ അഹന്താരഹിതമായി അനുഭവിച്ചുകൊണ്ട് സ്വാഭാവികമായി നടക്കുന്നത് നടക്കട്ടെ. സാക്ഷി മാത്രമായിട്ടിരിക്കുക. ഒന്നും നേടാനില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊള്ളൂ, അതിൻ്റെ പേരാണ് കർമ്മയോഗം. അതിൻ്റെ പേരാണ് കർമ്മയോഗം. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞത്, തേന ത്യക്തേന ഭുഞ്ജീതാഹ. ത്യജിച്ചിട്ട് ഭുജിക്കൂ. കേട്ടോ ഉപനിഷത്ത് പറഞ്ഞത്? ഉപനിഷത്ത് പറഞ്ഞത് കേട്ടുവോ? എന്താ പറഞ്ഞത്? ത്യക്തേന ഭുഞ്ജീതാഹ. ത്യജിച്ചിട്ട് ഭുജിക്കൂ. എന്താ ഈ ത്യജിക്കാൻ പറഞ്ഞത്? വല്ല ഉണ്ടെങ്കിൽ വേണ്ടേ ത്യജിക്കാൻ? എന്താണ് ത്യജിച്ചിട്ട് ഭുജിക്കാൻ പറഞ്ഞത്? അസ്തി ഭാതി പ്രിയം നാമം രൂപം ചേത് അംശപഞ്ചകം. അസ്തി ഭാതി പ്രിയം നാമം രൂപം ചേത് അംശപഞ്ചകം. ആദിത്രയം ബ്രഹ്മരൂപം. അസ്ഥി ഭാതി പ്രിയം, അത് ബ്രഹ്മത്തിന്റെ സ്വരൂപ. പിന്നെയോ
തതോദ്വയം ജഗത് രൂപം. നാമവും രൂപം ജഗത്തിൻ്റെയാ. ഈ നാമവും രൂപവും നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ സ്വരൂപം അങ്ങനെയാണോ? നമ്മളുടെ രൂപം തന്നെ പഞ്ചഭൂതങ്ങളുടെ സംഘാതമല്ലേ? സൂര്യനില്ലാതെ ഈ ശരീരമുണ്ടോ? ജലമില്ലാതെ ശരീരമുണ്ടോ? വായുവില്ലാതെ ശരീരമുണ്ടോ? വ്യാപകത്വത്തിലേക്ക് ഈ പഞ്ചഭൂതങ്ങളെ വിലയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതം എൻ്റേതെന്ന് പറയാൻ പറ്റുമോ? ഇതെൻ്റേതെന്ന് അഭിമാനിക്കാൻ പറ്റുമോ? കാരണം ഇത് പഞ്ചഭൂതങ്ങളുടെ സംഘാത. സൂര്യൻ ഇതിനകത്തുണ്ട്. ഭൂമിയും വായുവും അഗ്നിയും ജലവും എല്ലാം ചേർന്നിരിക്കുന്ന ആ പഞ്ചഭൂത സംഘാതമായിരിക്കുന്ന ധാതുക്കളുടെ സംഘാതമായിരിക്കുന്ന ഈ ശരീരം ഞാനല്ല, അത് അദൃശ്യമാണ്. അതുകൊണ്ട് ഋഷി പറഞ്ഞു, അസ്ഥിഭാതി പ്രിയം നാമം രൂപം ചേത്. അംശപഞ്ചക അസ്ഥിഭാതി പ്രിയം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദം, അത് ബ്രഹ്മ. ഈ രൂപത്തിൽ അരൂപത്തെ ദർശിക്കണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ വ്യക്തി അതീതമായിരിക്കുന്ന തത്വത്തെ അകക്കണ്ണുകൊണ്ട് ഭാവന ചെയ്ത് അങ്ങനെ ജീവിക്കണം. കൊള്ളാവോ? രസമല്ലേ? രസമാണോ? അവിടെ അഷ്ടരാഗങ്ങളുണ്ടോ? അവനങ്ങനെ ഇവനിങ്ങനെ വല്ലതും കാണാനുണ്ടോ? ഉണ്ടോ? ഭേദചിന്തയുണ്ടോ? ഗംഭീരമായ ദർശനം, മനോഹരമായ അനുഭവ മാധുര്യം. അതാണ് അഭേദ ദർശന അനുഭൂതി. അതുകൊണ്ട് തേന ത്യക്തേന ഭുഞ്ചീത, ത്യജിച്ചിട്ട് ഭുജിക്കണം എന്ന് പറഞ്ഞാൽ ത്യജിക്കാൻ പറഞ്ഞ നാമരൂപങ്ങളെ. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ ഒരു വരി എഴുതിയിട്ടുണ്ട്, ത്യാഗം മനസ്സിൻ്റെ ഭാവനാരാഹിത്യം. ത്യാഗം മനസ്സിൻ്റെ ഭാവനാരാഹിത്യം ആണെന്ന തത്വം ഗ്രഹിക്കൂ. ത്യാഗം മനസ്സിൻ്റെ ഭാവനാരാഹിത്യം ആണെന്ന തത്വം ഗ്രഹിക്കൂ. അയ്യോ, ഇത് എളുപ്പമാണോ നമ്മളെ കൊണ്ടൊക്കെ? എങ്ങനെയപ്പോൾ സാധിക്കുക? ഭഗവാൻ പറഞ്ഞു, കർമ്മയോഗം അനുഷ്ഠിക്കൂ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. ഈശാവാസി ഉപനിഷത്തിൽ അടുത്ത വരി പറയാ, കുർവന്നേവേഹ കർമാണി ജിജീവിഷേ ശതം സമാഹ ഏവം ദ്വൈ നാന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. നീ അസംഗനായിട്ടങ്ങ് കർമ്മം ചെയ്താൽ മതി. അതെങ്ങനെ അസംഗനായിട്ട് കർമ്മം ചെയ്യാ? ഈശാവാസി ഇത് സർവം മറന്നുപോയോ? ഇവിടെ ഞാനുണ്ടോ? ഈശാവാസി ഇതം സർവമെങ്കിലും ഞാനുണ്ടോ? സർവവ്യാപി രണ്ടുണ്ടോ? സർവവ്യാപി രണ്ടുണ്ടോ? ഉണ്ടോ? പറയൂ. ഇല്ല. എത്ര സർവവ്യാപി ഉണ്ട്? ഒരു സർവവ്യാപി. സർവവ്യാപിയിൽ അന്യമുണ്ടോ? എല്ലാത്തും പൂർണ്ണമായിരിക്കുന്ന ഇടതിങ്ങി നിറഞ്ഞു വിളങ്ങുന്ന ആ അദ്വയ പ്രകാശത്തിൽ അന്യമായ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാനുണ്ടോ? ഞാനുണ്ടെന്നുള്ളത് ഭ്രമമാ. അജ്ഞാനത്താൽ അന്ധകാരത്തിൽ ഇരുട്ടിൽ കിടന്ന കയറിൽ പാമ്പ് തോന്നിയത് പോലെ നാം ആകുന്ന ബ്രഹ്മസത്തയിൽ എന്തോ തോന്നി? ഞാനെന്ന ജീവാഹന്തയെ തോന്നി. എന്നിട്ടോ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്യുന്നത് എന്നിങ്ങനെ അഭിമാനിക്കുക. അങ്ങനെ അഭിമാനിക്കാതിരിക്കാൻ ഋഷി പറയുക, കർമ്മണഃ പൂർവം ആത്മാ ഏവ വിദ്യതേ. അപ്പൊ ഈ കർമ്മം ചെയ്യുമ്പം ഫലവും പ്രതിഫലവും ഒക്കെ വരില്ലേന്ന് ചോദിക്കും. ചെയ്തോളൂ. ആത്മാവേ ഉള്ളൂ എങ്കിൽ ഞാൻ ചെയ്തോ? ഞാൻ ചെയ്തു എങ്കിൽ ഞാൻ കർത്താവാണ്. ചെയ്തു എങ്കിൽ ഞാൻ കർത്താവാണ്. കർത്താവാണെങ്കിൽ കർമ്മമുണ്ട്, കർമ്മം ഉണ്ടെങ്കിൽ കർമ്മഫലവും തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? കർമ്മം ഉണ്ടെങ്കിൽ കർമ്മഫലവും ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂഹു മാ തേ സംഗോസ്ത്വകർമ്മണി. അതായത് സിദ്ധിയിലും അസിദ്ധിയിലും ഒക്കെ ഒരേ നില. ജയത്തിലും പരാജയത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഇവിടെ നേടാനുമില്ല, കൈവിടാനുമില്ല. ഒരു തരത്തിലും ഒന്നും അല്പം പോലും ഇല്ല എന്ന് തിരിച്ചറിയുന്ന ആ അനുഭവ മാധുര്യമാണ് ഋഷി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഞാൻ പറയാൻ വന്ന കഥ ആവർത്തിച്ചേക്കാം, തുടങ്ങിയില്ല. ഒരിടത്തൊരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞേ, നീ അതുകൊണ്ട് ഭേദബുദ്ധി നശിപ്പിക്കണം. എന്ത്? ഭേദബുദ്ധി പാടില്ല. നീ ദൈവത്തെയാണ് മനുഷ്യനെന്ന് വിചാരിക്കുന്നത്, ദൈവത്തെയാണ് മൃഗമെന്ന് വിചാരിക്കുന്നത്, ദൈവത്തെയാണ് പശുവായും പല്ലായും പുല്ലായും അല്ലേ
പലതരത്തിൽ കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ദർശനം അവസാനിപ്പിച്ചിട്ട് നീ ഏകത്വ ദർശനത്തെ കാണണം. ഞാനെന്ന ബോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഞാൻ മാത്രമായി നിൽക്കുമ്പോൾ, നായയിലെ ഞാൻ മാത്രമായി നിൽക്കുന്ന അവസ്ഥ, മനുഷ്യനിലെ ഞാൻ മാത്രമായി നിൽക്കുന്ന അവസ്ഥ, പക്ഷിയിലെ ഞാൻ മാത്രമായി നിൽക്കുന്ന അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? ചിന്തയില്ലാത്ത ഞാൻ. എന്താ പറഞ്ഞേ? ചിന്തയില്ലാത്ത ഞാൻ. അപ്പൊ പക്ഷിയിലും പശുവിലും മനുഷ്യനിലും ചിന്തയില്ലാതെ നിൽക്കുന്ന ഞാൻ എന്താണ്? ചിന്താരഹിതമാണ്. അതെല്ലാറ്റിലും ഒരുപോലാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മറ്റുള്ളവരിലും പ്രതിഫലിച്ച് കാണുന്നത് എന്ന് നീ തിരിച്ചറിയണം. അപ്പം ധനികനായി ശിഷ്യൻ എന്ത് ചെയ്തു? ശിഷ്യൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു മുറി അങ്ങ് പണിതു. ആ മുറി പണിതിട്ട് മുറിയിൽ 4 ചുവരിലും മേൽക്കൂരയിലും കണ്ണാടികൾ അങ്ങ് ഒട്ടിച്ചു. പലതരത്തിൽ ദർപ്പണം. തന്നെ തന്നെയാണ് കാണുന്നത് എന്ന് താൻ ഇങ്ങനെയൊന്ന് അഭ്യസിച്ച് നോക്കിയാലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം മുറിയുടെ 4 ചുവരുകളിലും മേൽക്കൂരയിലും എന്ത് ചെയ്തു? ദർപ്പണം ഒട്ടിച്ചു വെച്ചു. എല്ലാ ദിവസവും പ്രഭാതവേളയിൽ ഈ മുറിയിലേക്ക് പ്രവേശിക്കും. പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം ഭാവന ചെയ്യും, എന്നെ തന്നെയാണ് പ്രതിഫലിച്ച് ഈ പ്രപഞ്ചമായി ഞാൻ കാണുന്നത്. പ്രതിഫലന അസത്യമാണ്. ഞാനെന്ന ബോധം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. അത് വ്യാപകത്വമുള്ളതാണ്. എന്നെ തന്നെ ദർപ്പണത്തിൽ കണ്ടാലും ദർപ്പണത്തിൽ കാണുന്ന പ്രതിച്ഛായ ഞാനല്ല, എന്നാൽ അതിൻ്റെ അന്തസാരം ഞാനാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ അദ്ദേഹം സാധന ചെയ്തു നോക്കി. എല്ലാ ദിവസവും എന്നിട്ട് ഈ മുറി പൂട്ടിയിട്ടാണ് ഇദ്ദേഹം പോകാറുള്ളത്. ഒരു ദിവസം മുറി പൂട്ടിയില്ല. മുറി കതകടയ്ക്കാൻ മറന്നുപോയി. അപ്പോഴതാ ഒരു നായ ആ മുറിയിലേക്ക് ചാടിക്കയറി. നായ ചാടിക്കയറിയതും നായ നോക്കിയപ്പോൾ എല്ലായിടത്തും ഓരോ നായ കുരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള നായ്ക്കളും കുരച്ചു തുടങ്ങി. അത് പലതരത്തിൽ ആക്രോശിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ നായ്ക്കളും ആക്രോശിക്കാൻ തുടങ്ങി. അപ്പോഴതാ ഒരു കാറ്റ് വന്ന് കതകു അടഞ്ഞ് നായ അവിടെ കിടന്ന് കുരച്ച് ക്ഷീണിതനായി. എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖവിവശനായി മരണത്തിന് കീഴ്പ്പെട്ടു പോയി. ഈ കഥയിൽ മഹത്തായ തത്വം അടക്കം ചെയ്തിട്ടുണ്ട്. ആദ്യ പകുതിയിലെ ഗുരുവിൻ്റെ ശിഷ്യനായ സാധകൻ തൻ്റെ അഭേദ ദർശന അനുഭൂതിക്ക് വേണ്ടി സകല മനുഷ്യരിലും കുടികൊള്ളുന്നത് താനാകുന്ന ദൈവസ്വരൂപമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധന ചെയ്തു. എന്നാൽ നായയാകട്ടെ കാണുന്ന പ്രതിച്ഛായകളോടെല്ലാം കുറച്ചു, അല്ലേ? അതായത് നാം മറ്റുള്ളവരെ കാണുമ്പോൾ അവരൊക്കെ നമ്മിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഡംബ്, അസൂയ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പണിപ്പെട്ട് യുദ്ധം ചെയ്യുന്നത് ഏതിനോടാണെന്നറിയാമോ? തൻ്റെ തന്നെ പ്രതിച്ഛായയോടാണ്. കേൾക്കുന്നുണ്ടോ? ആ നായയെ പോലെ മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനം. ജാതസ്യ ഹി ധ്രുവോ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവന് മരണം, മരിച്ചവന് ജനനം സുനിശ്ചിതം. ധ്രുവം സുനിശ്ചിതവാ. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. എൻ്റെ സഹോദരങ്ങളെ, ആത്മസ്വരൂപികളെ, ഇത് വെറുതെ പറഞ്ഞതല്ല, അനുഭവിച്ച സത്യത്തെ പറഞ്ഞതാ. വേദോപനിഷത്തുകൾ എടുത്തു വെച്ച് കാണാതെ പഠിച്ചിട്ട് പ്രസംഗിച്ചതല്ല. അതുകൊണ്ട് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, ന മേധയാ ബഹുനാ ശ്രുതേന ന പ്രവചനേന. എത്ര പ്രഭാഷണം ചെയ്താലും ഇതൊന്നും മനസ്സിലാവില്ല, എത്ര കേട്ടാലും ഇതൊന്നും മനസ്സിലാവില്ല, ബുദ്ധി കൊണ്ടും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്ങനെ കേൾക്കണം? അതാ ഉപനിഷത്ത്. ആരെങ്ങനെ കേൾക്കണം എന്ന് പറയുന്നത്? അനന്യ പ്രോക്തേ ഗതിരത്ര നാസ്തി. ഗംഭീര കേട്ടോ, ഗംഭീരം.
മനോഹരം. മനോഹരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സങ്ങില്ലാതായി പോവും. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദര് ഒരു ദേവീ സ്തോത്ര കൃതിയിൽ പറഞ്ഞിട്ടില്ലേ, കഥാവാ മനോമേ സമൂലം വിനശ്യേത്. അല്ലയോ അമ്മേ, എന്നാണ് എൻ്റെ ഈ മനസ്സ് പൂർണ്ണമായിട്ടൊന്ന് നശിക്കുന്നത്? കഥാവാ ഋഷികാണി സാമ്യം ഭജേയു. അല്ലയോ അമ്മേ, എന്നാണ് ഈ ഇന്ദ്രിയങ്ങളൊന്ന് സമ്യക്കായി ഭവിക്കുന്നത്? ഞാൻ പലത് കാണരുത്. ശങ്കര ഭഗവത്പാദര് നമുക്ക് വേണ്ടി എഴുതിയ സ്തോത്രകൃതികളാ. അങ്ങനെയുള്ള സത്യം ഗ്രഹിക്കണമെങ്കിൽ അനന്യ പ്രോക്തേ ഗതിരത്ര നാസ്തി. അനന്യനായവൻ ഉപദേശിക്കണം. അനന്യൻ എന്ന് പറഞ്ഞാൽ അന്യമില്ല. അവൻ എന്തില്ല? അന്യമില്ല. അവൻ ഏകസ്വരൂപ ബ്രഹ്മവേത്ത് ബ്രഹ്മൈവ. ബ്രഹ്മവേത്ത് ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയാ. ജ്ഞാനം ഉള്ളവനല്ല ജ്ഞാനി, ജ്ഞാനം സ്വരൂപമായവനാണ് ജ്ഞാനി. ജ്ഞാനം സ്വരൂപമായവനാണ് ജ്ഞാനി. ആ ജ്ഞാനി ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഈ വിദ്യ പകർന്നു കൊടുക്കണം. ഈ മഹത്തായ, സമയം ശ്രദ്ധിക്കുന്നില്ല പറയാൻ, ഈ മഹത്തായ ജ്ഞാനം ഉപനിഷത്തുകളിൽ അടക്കം ചെയ്തിട്ടുണ്ട്. കഠോപനിഷത്തിലാണ് ഈ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി എന്ന് പറയുന്നത്. ഇത് പക്ഷെ അത്ര എളുപ്പമല്ല. ക്ഷുരസ്യധാര നിശിത ദുരത്യയ ദുർഗം പഥസ്തത് കവയോ വദന്തി. ദീർഘദർശികളായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ വാൾത്തലപ്പിന് മോളിൽ കൂടി നടക്കുന്നത് എളുപ്പമാണോ? കാല് മുറിയാതെ വാൾത്തലപ്പിന് മുകളിൽ കൂടി നടക്കുക എളുപ്പമാണോ? അത്ര പ്രയാസമായി ഈ പന്താവ്. അതെങ്ങനെയാ? അപ്പോൾ അത്ര പ്രയാസമാണെങ്കിൽ ഞങ്ങളോടൊക്കെ ചെയ്യാൻ പറയുന്നത് ഈ ഋഷിമാരല്ലേ? എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റാതെ നടന്നോളണം എന്നാ പറഞ്ഞത്. എങ്ങനെ മുറിവ് പറ്റാതെ നടക്കണം? എൻ്റെ ചിന്ത ശുദ്ധമായിരിക്കണം, എൻ്റെ വാക്ക് സത്യത്തെ വിസ്മരിക്കാതെ ആയിരിക്കണം, എൻ്റെ കർമ്മങ്ങൾ യജ്ഞമായിരിക്കണം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മ ബന്ധനഃ. ഈ ലോകവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കുന്ന ഒരു കർമ്മവും ഞാൻ ചെയ്യരുത്. ഈ ശ്വാസം എടുക്കുന്നത് ഇവിടെ നിന്നല്ലേ, തിരിച്ചു വിടണ്ടേ? അത് എൻ്റെ ശ്വാസമാണ് എടുക്കുന്നത്. അത് ICUവിൽ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്സിജന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് മനസ്സിലാകും നമ്മൾ ശരിക്കും പ്രകൃതിയിൽ നിന്ന് മോഷ്ടിച്ചിട്ട് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കാതെ പോകുന്ന കള്ളന്മാരെന്ന ഭഗവത്ഗീത വിളിച്ചതല്ലേ? അല്ലേ? നാം കഴിക്കുന്ന ഓരോ അന്നവും ഈ പ്രകൃതിക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകാനുള്ളതാണ്. ഇവിടെ നിന്നൊന്നും സ്വീകരിച്ച് കടബാധ്യത ഉണ്ടാക്കരുത്. അതുകൊണ്ട് ബാല്യം മുതൽ ഏത് സത്യത്തെയാണോ നാം പ്രാപിക്കേണ്ടത്, ആ പരമമായ സത്യത്തിൻ്റെ ലക്ഷ്യ അവബോധം പകർന്നു കൊടുക്കണം. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. എന്നിട്ടോ സ്വാർത്ഥരഹിതമായി ജീവിക്കാൻ പഠിപ്പിക്കണം. കാരണം സ്വാർത്ഥതയാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. രാജ്യക്ഷേമത്തിനും ലോക നന്മയ്ക്കും അനിവാര്യമായിട്ടുള്ളത് സനാതന ധർമ്മമാണ് എന്ന് സത്യദർശികൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ ആ സത്യത്തെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തടുന്ന അക്ഷയ ജ്ഞാനത്തിൻ്റെ അമൂല്യ നിധി ശേഖരമാണ് ഈ ഉപനിഷത്തുക്കൾ. സ്വാമി വിവേകാനന്ദൻ "Arise, awake, stop not till the goal is reached. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത" എന്ന് പറഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ് എന്ന് നമ്മൾ തെറ്റായി ധരിച്ചു. അത് കഠോപനിഷത്തിലുള്ളതാണ്. ലക്ഷ്യബോധമെത്തും വരെ നമ്മൾ നിരന്തരം ആ പരമസത്യത്തെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ചിന്തയ്ക്ക് മുമ്പേ ഉള്ള ചിന്താരഹിതമായിരിക്കുന്ന ബോധത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കണം. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. വാക്കുകൾക്ക് മുമ്പേ ഈ വാക്കുകൾ നിർഗളിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ പരമ ചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ട് വാക്കുകൾ നിർഗണിക്കണം. അതാണ് കേന ഉപനിഷത്ത് പറയുന്നത്. കേന ആരാൽ? സ്നേഹസ്വരൂപികളെ, ഈ ഈശാവാസി ഉപനിഷത്ത് എഴുതിയത് ആരാണെന്ന് നമുക്കറിയോ? കേനോപനിഷത്ത് എഴുതിയത് ആരെന്ന് നമുക്കറിയുമോ? കാരണം
തൻ്റെ പേരോ പ്രശസ്തിയോ ആദരവോ അംഗീകാരമോ യാതൊന്നും ആശിക്കാതെ തൻ്റെ തന്നെ ആ നിലനിൽപ്പ് പൂർണ്ണതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച ഋഷീശ്വരന്മാരുടെ അനുഗ്രഹ കടാക്ഷം നെഞ്ചേറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുമ്പോൾ ജീവിതം സാർത്ഥകമാകും. അത് കാലാതീത തത്വമായി തീരും. ഇല്ലെങ്കിലില്ല, തലയോട്ടിക്ക് മേളിൽ വളരെ ഗർവോടുകൂടി നിൽക്കുന്ന നാം ഓരോരുത്തരും അടുത്ത തലയോട്ടിയാകാൻ കാത്തിരിക്കുന്നവരാണ്. അത് അനുനിമിഷം ഓർമ്മിച്ചുകൊണ്ട് അഹന്താരഹിതമായി നമ്മളുടെ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുന്നതിന് അനുപമമായ ഒരു ഗ്രന്ഥത്തെ ഉപനിഷത്ത് പഠനത്തിലൂടെ, സനാതന സുധ എന്ന ഗ്രന്ഥത്തിലൂടെ വിശ്വനാഥൻ നമ്പൂതിരി സാറ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൊക്കെ കൂടി തന്നെയാണ് കടന്നുപോയത്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ പറയണമെങ്കിൽ തന്നെ സമയമെടുക്കും. ഉപനിഷത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കുമെന്ന് സാറിന് തന്നെ അറിയാം. അതുകൊണ്ട് ആത്മസ്വരൂപികളെ, ബ്രഹ്മസ്വരൂപികളെ, അനശ്വരാനന്ദത്തിൻ്റെ സന്താനങ്ങളെ എന്നാണ് ഉപനിഷത്ത് ഋഷി വിളിച്ചത്. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അനശ്വരാനന്ദത്തിൻ്റെ സന്താനങ്ങളെ, നിങ്ങൾ ഇനിയും ശോകമോഹ ഭയാദികൾ കടിപ്പെട്ട് ജനന മരണ സംസാര ചക്രത്തിൽ തുടരാതെ ഇപ്പോൾ തന്നെ പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കൂ. നിങ്ങൾ സ്വതന്ത്ര സ്വരൂപമാണ്. അഭയം വൈ ബ്രഹ്മ. ഉപനിഷത്തിൻ്റെ മുദ്രാവാക്യം ഭയരാഹിത്യമാണ്. അഭി അഭി അഭി, ഭയരഹിതരായിരിക്കൂ. ഒന്നും നേടാനുമില്ല, ഒന്നും കൈവിടാനുമില്ല. ഗംഭീരമായ ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം പോലും നിങ്ങളുമായി ഹൃദയ സംവാദം ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഇത്രയും നേരം നിങ്ങളോട് സംവദിക്കുന്നതിന് സനാതന സുധ എന്ന ഗ്രന്ഥത്തിൻ്റെ വിജ്ഞാന വിചാര സദസ്സ് നടക്കുന്ന ഈ വേളയിൽ ഇവിടെ നാരായണ ശർമാജി, ജയകുമാര ശർമാജി തുടങ്ങി ഇതിൻ്റെ മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ ഒരു കാര്യം പറഞ്ഞു: നമുക്കീ സനാതനധർമ്മത്തെ എല്ലാവരിലും എത്തിച്ച് മാനവക്ഷേമത്തിന് ഉതകും വിധം പ്രചരിപ്പിക്കണം എന്ന ആ മഹത്തായ ദൗത്യം ഋഷീശ്വരന്മാരാൽ നിയോഗിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഋഷീശ്വരന്മാരുടെ അദൃശ്യമായ അനുഗ്രഹ കടാക്ഷത്താൽ തേജസ്സും വീര്യവും ബലവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വജീവിതത്തെ, സ്വന്തം പ്രാണനെ ഈ വിശ്വപ്രാണശക്തിയുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വാർത്ഥരഹിതമായി ജീവിക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ധന്യാത്മാക്കൾക്കും കഴിയും എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. ആ അനശ്വരാനന്ദത്തിൻ്റെ സന്താനങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും ശ്രേയസ്സും പ്രേയസ്സും നേർന്നുകൊണ്ട് ഇത്രയും നേരം സംവദിക്കുന്നതിന് അനുഗ്രഹം ചൊരിഞ്ഞ എൻ്റെ ഗുരുനാഥൻ, അരൂപരൂപസ്വരൂപനായ എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിന്ന സ്വരൂപമായ സത്യദർശികളായ ഋഷീശ്വരന്മാരുടെയും ഗുരുക്കന്മാരുടെയും അദ്വയ ബ്രഹ്മസ്വരൂപമായ ശ്രീശങ്കര ഭഗവത് പാദരുടെയും പാദാരവിന്ദങ്ങളിൽ ഈ വാക്കുകൾ പൂജാ മലരുകളായി അർപ്പിച്ചുകൊള്ളുന്നു. ഓം വാക് യജ്ഞേന കൽപതാ